ഇന്ന് കേരളം കണ്ണു തുറക്കുന്നത് ശുചീകരണ തൊഴിലാളി ജോയ്ക്ക് വേണ്ടിയുള്ള തിരുവനന്തപുരം ആമയഞ്ചൻതോട്ടിൽ കാണാതായ ജോയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലേക്ക് തന്നെയാണെന്ന് 6:30 കൂടിയിട്ടായിരിക്കും ആ ദൗത്യം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്നത്. നാവികസേനയുടെ സ്കൂബ സംഘവും ഇന്ന് തെരച്ചിലിന്റെ ഭാഗമാകും. ഫയർഫോഴ്സും NDRFും ചേർന്നുള്ള സംയുക്ത ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശനിയാഴ്ച തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ജോയ്ക്കായി റോബോട്ടുകളടക്കം ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ നടന്നത്. കുന്നുകൂടിയ മാലിന്യമാണ് ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ, നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസം നമ്മൾ ജോയ്ക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. NDRF, ഫയർഫോഴ്സിന്റെ രക്ഷാദൗത്യം, അതുപോലെ തന്നെ ഇപ്പോൾ നേവിയും കൂടുന്നു. ഇന്ന് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ മുന്നൊരുക്കങ്ങൾ നടത്തുക? ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ദൗത്യം ആരംഭിക്കുക അഷിൻ? തുളസി, അല്പസമയത്തിനകത്ത് തന്നെ ഇവിടെ രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, ഇന്ന് ഡൈവിംഗ് ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഡൈവിംഗ് നടത്തി ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ കുന്നുകൂടിയ ഈ മാലിന്യം നീക്കം ചെയ്യാതെ ഇവർക്ക് ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഇത് നീക്കം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഇവർക്ക് ഒരു പുരോഗതി ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഉണ്ടാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു മാർഗം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് രക്ഷാസംഘം. അതായത് ഫ്ലഡിംഗ്. ഈ ആമയിഴഞ്ഞതോടിന്റെ ഈ പ്രധാന ഭാഗത്ത്, അതായത് ഈ ജോയെ കാണാതാകുന്ന ഈ പ്രധാന ഭാഗത്ത് തടയണ കെട്ടി ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഫ്ലഡിംഗ് നടത്തും. ഈ തടയണയിൽ ഈ ഒരു ഭാഗത്ത് വെള്ളം നിറയ്ക്കും. ഈ വെള്ളം നിറച്ചതിന് ശേഷം ഒറ്റയടിക്ക് ഈ തടയണ പൊളിച്ച് ഒരു വലിയ രീതിയിൽ ഒഴുക്കുണ്ടാക്കി ചവറും അതോടൊപ്പം തന്നെ ഈ ടണലിന് ഉള്ളിൽപ്പെട്ട സാധനങ്ങളെല്ലാം പുറത്തേക്ക് തള്ളുന്ന വിധത്തിൽ ഒരു ആർട്ടിഫിഷ്യലായി ഫ്ലഡിംഗ് നടത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാം എന്നൊരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സും രക്ഷാസംഘവും അടക്കമുള്ളത്. കാരണം ഈ ചവറ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി പറയുന്നതാണ്, ഈ ചവറ് നീക്കം ചെയ്യാതെ ഇതിനടിയിലേക്ക് ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇവർ ഈ ടണലിനുള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഈ വെള്ളം താഴ്ന്ന് ഇറങ്ങുകയും അതിന് മുകളിലുള്ള 2-3 മീറ്റർ വരെ ഉയരത്തിലുള്ള ഈ ചവറ് താഴേക്ക് മാലിന്യം ഒരു വലിയ കോൺക്രീറ്റ് കട്ടിയായി താഴേക്ക് ഇറങ്ങി ഇവരുടെ മേലിലേക്ക് പതിക്കുന്ന, അതായത് സ്കൂബ ഡൈവിംഗ് സംഘത്തിന് മേലിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ അവസാനമായി ഈ സ്കൂബ സംഘം, ഈ ഡൈവിംഗ് സംഘം അകത്തേക്ക് ഇറങ്ങിയപ്പോൾ 2 പേരെ, അതായത് 3-അംഗ സംഘമാണ് ഇറങ്ങിയത്. അതിൽ 2 പേരെ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന കയർ കൊണ്ട് വലിച്ചെടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പ്ലാറ്റ്ഫോം നമ്പർ 5-ലെ സ്ലാബ് ഇളക്കി അകത്തേക്ക് നടത്തിയ പരിശോധനയിലാണ് ഈ 2 ഉദ്യോഗസ്ഥർ പോലും അപകടത്തിൽപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യമുണ്ടായത്. തുടർന്ന് ഇവർ ഈ സ്കൂബ ഡൈവിംഗ് അവസാനിപ്പിക്കുന്നു. കാരണം ഈ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് അവർക്ക് രക്ഷാദൌത്യത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു. ഇപ്പോഴെന്തായാലും ഇവിടെ ഒരു ശക്തമായ കനത്ത മഴയുണ്ട്. ഈ മഴ പക്ഷേ ഈ രക്ഷാദൌത്യത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് രക്ഷാദൌത്യം സംഘം പറയുന്നത്. കാരണം അവർക്ക് ആർട്ടിഫിഷ്യലായി ഇവിടെ ഇത്തരത്തിൽ വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. മഴ ഇതിന്റെ പകുതി അവരെ സഹായിക്കും എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ രക്ഷാദൌത്യം ഉള്ളത്. എന്തായാലും ഒരു ആർട്ടിഫിഷ്യലായി ഒരു ഫ്ലഡ് ഉണ്ടാക്കി ആ ഫ്ലഡിലൂടെ ഈ ടണലിന്, അതായത് ഈ ജോയി അകപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ഉള്ളിൽ നിന്നുള്ള മാലിന്യങ്ങളും അതുപോലെ തന്നെ ഒരു പക്ഷേ ജോയും അതിനിടയിലുണ്ടെങ്കിൽ, കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തേക്ക് വരും എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ രക്ഷാദൌത്യ സംഘം ഉള്ളത്. ഇന്നലെ തന്നെ നേവിയുടെ 5-അംഗ സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി ഈ രക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ എത്രത്തോളം ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം സാധാരണ നേവിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ജീവൻ രക്ഷ ആ ഒരു ഘട്ടങ്ങളിൽ മാത്രമാണ് നേവി തിരച്ചിലിന് വേണ്ടി ഇറങ്ങുക. പക്ഷേ ഇവിടെ ഇപ്പോൾ ജോയി അകപ്പെട്ട് ഏതാണ്ട് 2 ദിവസം അടുക്കുന്നു. അപ്പോൾ ഇവർ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അഗ്നിശമന സേനയുടെയും NDRFന്റെയും നേതൃത്വത്തിലായിരിക്കും ഇന്നും അങ്ങനെയെങ്കിൽ പരിശോധന നടത്തുക. എന്തായാലും ഇപ്പോൾ ആർട്ടിഫിഷ്യലായി ഒരു ഫ്ലഡ് ഉണ്ടാക്കി ആ ഫ്ലഡിൽ മാലിന്യങ്ങളും അതുപോലെ തന്നെ ഇതിനടിയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ജോയിയും ഉണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതും ഫലം കണ്ടില്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് തീരുമാനിക്കാനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംഘം നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ
ഈ ഒരു വിഷയത്തിൽ ഇന്ന് തന്നെ രണ്ടാമതായി ഒരു ഓപ്ഷൻ അഗ്നിരക്ഷാസേന നമ്മളെ അറിയിക്കുന്നത് ഒന്നുകിൽ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യലി ഫ്ലഡ് ക്രിയേറ്റ് ചെയ്ത് പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഈ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് ഈ ജോയിയെ കണ്ടെത്തുക. ഈ രണ്ട് മാർഗങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ളത്. പക്ഷേ ഈ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ജോയിയെ പുറത്തേക്ക് എടുക്കാനാണ് സാധ്യതയെങ്കിൽ അത് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് കഴിയില്ല എന്നും ഈ രക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. കാരണം അത്രയ്ക്കുണ്ട് ഇതിനടിയിലെ മാലിന്യങ്ങൾ. വലിയൊരു മാലിന്യ കൂമ്പാരമാണ് ഇതിനടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആഴ്ചകൾ വേണ്ടിവരും ഇത്രയും മാലിന്യങ്ങൾ, ടൺ കണക്കിന് ലോഡ് കണക്കിന് മാലിന്യങ്ങൾ പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ മാത്രമേ ജോയിയെ പുറത്തേക്ക് എടുക്കാൻ കഴിയൂ എന്നും ഈ അഗ്നിരക്ഷാ ഇപ്പോൾ നടന്ന റെസ്ക്യൂ ടീം പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു അവസ്ഥ, അതായത് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രക്ഷാസംഘവും ഉള്ളത്. രാവിലെ തന്നെ ഈ ഫ്ലഡിങ്ങിന്റെ പ്രവർത്തികൾ ആരംഭിക്കും. അല്പസമയത്തിനകം തന്നെ ഇത് ആരംഭിക്കും. പിന്നീട് ഈ ഫ്ലഡിങ്ങിലൂടെ ഇത്തരത്തിൽ ജോയിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങളാകും ആദ്യഘട്ടത്തിൽ നടക്കുക. പിന്നീടാകും മറ്റ് മാർഗങ്ങളിലേക്ക് രക്ഷാസംഘം കടക്കുക. അശ്വിൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അശ്വിൻ അവിടെ മഴയത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ചോദിക്കണമെന്ന് കരുതിയതായിരുന്നു ഈ മഴ എത്രത്തോളം അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളത്. അശ്വിൻ അത് കൃത്യമായി പറയുകയും ചെയ്തു. അത് പ്രതികൂലമല്ല, അത് ഒരു തരത്തിൽ അവർക്കത് ഗുണകരമാണ് എന്നുള്ളത്. ഈ ഫ്ലഡിങ് നടത്തുമ്പോൾ ഈ ഫ്ലഡിങ്ങിന്റെ ഒരു പ്രക്രിയ അത് എപ്പോൾ തുടങ്ങും, എങ്ങനെയായിരിക്കും അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കുക, എത്ര സമയം എടുക്കുമെന്ന കാര്യത്തിലൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ? ശ്രുതി, അതായത് ഫ്ലഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ജോയി അകപ്പെട്ട ടണലിന് 30 മീറ്റർ ഉള്ളിൽ തന്നെ ജോയി ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ ടീം ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്ലാറ്റ്ഫോം നമ്പർ 5, 6 അതുപോലെ തന്നെ 5, 4, 3 ഇവിടെയൊക്കെ സ്ലാബ് ഇളക്കി മാൻഹോളിലൂടെ ഒക്കെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സ്ലാബ് ഇളക്കും തോറും വലിയ രീതിയിലുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിന്നും പുറന്തള്ളുന്നത്. അതുമാത്രമല്ല, ഇതിനിടയിലൂടെ ഇത്രയും ഈ ഒരു മാലിന്യ കൂമ്പാരത്തിന് ഇടയിലേക്ക് ജോയി നീങ്ങാനുള്ള സാഹചര്യവും വളരെ കുറവാണ് എന്നൊരു നിഗമനത്തിലേക്കും ഇപ്പോൾ രക്ഷാസംഘം എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജോയി അകപ്പെട്ട ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രധാന ടണലിന് സമീപം ഇത്തരത്തിൽ ആർട്ടിഫിഷ്യലായി ഒരു ഫ്ലഡിംഗ് ഉണ്ടാക്കി അതിലൂടെ പുറത്തേക്ക് ജോയിയെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യം ചെയ്യുക, ഇവർ ഈ ടണലിന് ചുറ്റുഭാഗം, അതായത് 30 മീറ്ററോളം ദൂരത്തിൽ ഒരു ബാരിക്കേഡ് ഉണ്ടാക്കും, അതായത് ഒരു തടയണയുണ്ടാക്കും. ഈ തടയണ എന്നിട്ട് ഇവിടത്തെ തന്നെ കോർപ്പറേഷന്റെയും മറ്റും ഈ റെയിൽവേയുടെയും ഒക്കെ പമ്പ് ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കും. ഈ വെള്ളം നിറച്ചതിന് ശേഷം അല്പസമയം ഈ വെള്ളം ഹോൾഡ് ചെയ്യും. അതിനുശേഷം ഈ തടയണ പൊളിച്ച് ഒരു വെള്ളത്തിന്റെ വലിയൊരു ഒഴുക്ക്, വലിയൊരു ഫ്ലോ ഉണ്ടാക്കും. അങ്ങനെ ഈ അതിശക്തമായ ഈ ഒരു വെള്ളത്തിന്റെ ഫ്ലോയിൽ അകത്തുള്ള മാലിന്യങ്ങൾ, ഈ ടണലിന് അകത്തുള്ള മാലിന്യങ്ങളും അതിന്റെ ഉള്ളിൽപ്പെട്ടിട്ടുള്ള മറ്റ് സാധനങ്ങളും ഇനി ജോയി അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ജോയിയെ അടക്കം ശക്തമായ ഈ ഒരു വാട്ടർ പ്രഷറിൽ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ശ്രമമാണ് നടക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇത് അല്പം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം തടയണ കെട്ടി അതിൽ വെള്ളം കെട്ടി നിർത്തണം, അതിൽ വെള്ളം നിറയ്ക്കേണ്ട സാഹചര്യം. അങ്ങനെയും നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയുള്ളത് സഹായകരമാണ്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഫ്ലോ ഉണ്ടാക്കാൻ ഇവർക്ക് സഹായിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ രീതിയിലൊരു ഒഴുക്ക് ഈ ആമേഴഞ്ചൻ തോടിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതും സഹായകരമാണ് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലോ ഈ ഒരു ഫ്ലഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത്. എന്തായാലും ഇന്നു മുതൽ വീണ്ടും തീവ്രമായ ശ്രമത്തിൽ തന്നെയാണ് ഈ ജോയിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളത്, രക്ഷാസംഘം എല്ലാം ഉള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. ഈ ഫ്ലഡിംഗ് അത് ഫലം കാണുകയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ജോയി എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനാകും എന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. അതുമല്ല, ഇതും ഫലം ഉണ്ടായില്ലെങ്കിൽ പൂർണ്ണമായും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഫയർഫോഴ്സിനും ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യം, സ്കൂബ ഡൈവിംഗ് സംഘത്തിനും ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യം, NDRFനും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ വീണ്ടും ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ആഴ്ചകളോളം വേണ്ടിവരും, ദിവസങ്ങളോളം വേണ്ടിവരും. കാരണം 1-2 ദിവസങ്ങൾ കൊണ്ട് മാത്രം ഇവിടുത്തെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനാകില്ല എന്നാണ് ഇന്നലെ ഈ ടണലിലും അതുപോലെ തന്നെ പരിശോധന നടത്തിയ സ്കൂബ ഡൈവിംഗ് സംഘത്തിലെ അംഗങ്ങളും പറയുന്നത്. കാരണം ഇവർക്ക് കാഴ്ചപരിമിതി, ഈ വെള്ളം കലങ്ങി മറിഞ്ഞ ഏതാണ്ട് കറുപ്പ് നിറത്തിലായിരിക്കുന്ന ഒരു വെള്ളം മാത്രമല്ല, ഇവർ ഓരോ സമയവും ഈ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ ഇവരുടെ ദേഹത്തേക്ക് വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടങ്ങുന്ന ഒരു സാഹചര്യം. ഇവരുടെ കണ്ണുകളിലേക്ക് പോലും പ്ലാസ്റ്റിക് കവറ്, കുപ്പി, ബോട്ടിൽ
അങ്ങനെ എല്ലാ വസ്തുക്കളും വന്ന് കണ്ണിൽ ഇടിച്ച് ഇവർക്കൊന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യം. കറുത്ത മഷി കണ്ണിൽ തേച്ച് വെള്ളത്തിൽ ഇറങ്ങി തപ്പുന്ന പോലെയാണ് ഈ വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്നാണ് ഇന്നലെ ഒരു രക്ഷാദൌത്യ സംഘത്തിലെ ഈ സ്കൂബ ഡൈവിംഗിലെ അംഗം നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ